Good morning, guys. Welcome back to my YouTube channel. Today's a video all about resetting my hostel life. That's the video title I'm gonna planning to do. And ഇന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുള്ളൂ. So I'm not feeling to study and just want to go back and sleep more and eat nice food, mama's food and like that. പക്ഷെ നമുക്ക് എക്സാം അല്ലേ, പഠിക്കണ്ടേ? സോ നമുക്കിന്ന് ഒരു റീസെറ്റ് പോലെ അല്ല, ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് സെറ്റാക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കമൻറ്റ് ബിലോ വാട്ട് കൈൻഡ് ഓഫ് വീഡിയോസ് ആർ വാണ്ട് ടു വാച്ച്. യാ, അപ്പോൾ നമുക്ക് നേരെ വേഗം വീഡിയോയിലോട്ട് പോവാം. Guys, I'll show you one thing. So I had to do my laundry today because ഇനി ബെഡിൽ വിരിക്കാൻ വേറെ വിധിയില്ല. സോ നമുക്ക് ഇത് ചെയ്യണം. അത് മാത്രമല്ല, എനിക്ക് മറ്റേ ഹോസ്റ്റലിലിടുന്ന മറ്റേ ഡ്രസ്സും ഇല്ല, അതും തീർന്നിരിക്കുകയാണ്. സോ ഐ ഹാവ് ടു ഡു ദിസ് റൈറ്റ് നൗ. കാരണം ഞാൻ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ അന്ന് ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അത് മാത്രമല്ല, മെഷീനെന്തോ കംപ്ലയിൻറ്റ് കാരണം എനിക്ക് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഉണങ്ങില്ലല്ലോ അത്, കാരണം ഡ്രയർ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ദ മെഷീൻ എന്തോ പ്രശ്നം കാരണമാണ് ഞാൻ വാഷ് ചെയ്തിരുന്നത് ഇതിൻ്റെ ഒപ്പം. അപ്പോൾ ഇന്നെന്തായാലും വാഷ് ചെയ്തില്ലെങ്കിൽ നാളെ തൊട്ട് എനിക്ക് ഇടാൻ ഡ്രസ്സ് ഉണ്ടാവില്ല. സോ നല്ല ഡ്രസ്സൊക്കെ എടുത്തിടേണ്ടി വരും. അപ്പോൾ നേരെ നമുക്ക് അത് ചെയ്യാൻ പോകാം. ഫസ്റ്റ് തന്നെ ഐ ഹാവ് ടു ബ്രഷ് മൈ ടീത്ത്. നമുക്ക് ഫസ്റ്റ് ലോണ്ടറി ചെയ്യാം, എന്നിട്ട് നമുക്ക് അത് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ വിരിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ വരികളും എല്ലാം എടുത്തിട്ട് വാഷ് ചെയ്യാൻ പോവാണ്. കാരണം ഒന്നാമതും മറ്റേ നമുക്ക് ലിമിറ്റഡ് കോയിൻസ് ആണ് യൂസ് ചെയ്യാനുള്ളത് മറ്റേ വാഷിംഗ് മെഷീനിന്. അപ്പോൾ നമ്മൾ അലക്കുമ്പോൾ നമ്മൾ എല്ലാ സാധനവും കൂടി ഒരുമിച്ചിട്ട് അലക്കണം, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ കോയിൻസ് വെറുതെ വേസ്റ്റ് ആയി പോകും. അപ്പോൾ ഞാൻ 2 ലോണ്ടറീസ്, അതായത് 2 മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അത്ര അധികം ഉണ്ട്. ബെഡ്ഷീറ്റ് ഫുൾ ഒരെണ്ണത്തിൽ ചെയ്യാം, പിന്നെ മറ്റേ ഡ്രസ്സ് വേറെണ്ണത്തിൽ ചെയ്യാം. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്ലാങ്കറ്റ് ഭയങ്കര പൂട ടൈപ്പാണ്. അപ്പോൾ അതും നല്ല ഡ്രസ്സ് ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രസ്സ് പെട്ടെന്ന് കേടാവും. അപ്പോൾ അത് കാരണം 2 സെപ്പറേറ്റ് ഇട്ട് ഞാൻ എപ്പോഴും ചെയ്യാറ്. അപ്പോൾ പിന്നെ ഓൾറെഡി ബെഡ്ഷീറ്റ് എല്ലാം കൂടെ കഴിയുമ്പോഴേ ഞാൻ ഒരുമിച്ച് ചെയ്യാം, അല്ലെങ്കിൽ 2 വെച്ച് വാഷ് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് 30 മിനിറ്റ്സ് ആണ് വേണ്ടി വരിക. അപ്പോൾ ഞാനത് ഓണാക്കിയിട്ടിട്ട് പോയിട്ട് ഫ്രഷ് ആവുമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ എനിക്ക് നേരെ പോയി ചെയ്തത് ലോണ്ടറി, കാരണം ഇന്ന് കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു. അപ്പോൾ നേരെ പോയി ചെയ്തു. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ടൊരു കുറച്ച് മോട്ടിവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്റ്റഡി ഏരിയയും പിന്നെ നമ്മുടെ സംഭവങ്ങളൊക്കെ ഫുൾ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു എനർജി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫുള്ള് ഇത് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചത് ഫസ്റ്റ് ഡേ തന്നെ. പിന്നെ മടി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുൾ അങ്ങോട്ട് മടി പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് തുടങ്ങിയാൽ അങ്ങനെ ചെയ്ത് തീരുള്ളൂ. അപ്പോൾ ആ 30 മിനിറ്റ്സ് കൊണ്ട് ഞാൻ പോയിട്ട് ഫ്രഷ് ആയി, അതായത് ബ്രഷ് ചെയ്തു, പിന്നെ മറ്റേ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു. എന്നിട്ട് നേരെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും മറ്റേ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ബാത്റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ടൈം എടുക്കുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ വിത്തൗട്ട് ഹോസ്റ്റൽ ഫുഡാണ് മറ്റേ ഹോസ്റ്റലിൽ നിൽക്കുന്നത്. കാരണം ഞാൻ ഫുഡ് കഴിക്കുന്നില്ല ഹോസ്റ്റലിൽ നിന്ന്, പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ റൂമിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴേക്കും സംഭവം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ മറ്റേ വെള്ളം അഴിയിട്ടില്ലേ, ആ സംഭവം ചെയ്തു. വെള്ളം തോരാനായിട്ട് സംഭവം നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഒന്നുകൂടി ചൂടായിട്ടൊന്നും അത്യാവശ്യം നല്ല ഇതിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത്. ഇപ്പോൾ ഹോസ്റ്റലിൽ തന്നെ അങ്ങനത്തെ ഒരു ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ റൂമിൽ വന്നിട്ട് ഞാൻ നല്ല ചക്ക ഉണ്ണിയപ്പവും പിന്നെ മറ്റേ പട്ടാണിക്കടലില്ലേ അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ക്രീം ബണ്ണും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര സാധനമൊക്കെ ഉണ്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനായിട്ടിരിക്കും. പുറത്തുനിന്ന് തന്നെ വേറെ വാങ്ങേണ്ടി വന്നില്ല. ഞാൻ ഈ ക്രീം ബണ്ണൊക്കെ കഴിച്ചിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒരെണ്ണം ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അത് ഫുള്ളായിട്ട് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റീസെറ്റിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒന്നില്ലെങ്കിൽ ഒരു കലണ്ടർ ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ ഒരു പ്ലാനർ ഉണ്ടാക്കി വെക്കുക. കാരണം നമ്മൾ റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ഡേയ്സ് പോകുന്നതിന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി ഒന്നില്ലെങ്കിൽ ടൈം ടേബിളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കി വെക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ കാണിച്ചു തന്നിരിക്കുന്ന നമ്മുടെ ടൈം ടേബിൾ എൻ്റെ സെം 4 ടൈം ടേബിൾ ആയിരുന്നു. അപ്പോൾ അതിന് എനിക്ക് ആവശ്യമില്ല, കാരണം എൻ്റെ സെം 4 ക്ലാസ് ഫുള്ളെല്ലാം കഴിഞ്ഞു. എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റഡി ലീവാണ് എനിക്ക് സംഭവം. അപ്പോൾ ഞാൻ ഓൾറെഡി മെയ്യത്തെ കലണ്ടർ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടാണ് മറ്റേ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഓൾറെഡി 22 ആയിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ള് നമുക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളയാം. കാരണം ഇനി എത്ര ദിവസം ബാക്കിയുണ്ടോ അത്ര ദിവസം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മിക്കതും എനിക്ക് 26-നായിരിക്കാൻ ഞാൻ എക്സാം
എക്സാമിന് ചാൻസ് കൂടുതൽ. അപ്പോൾ അതൊക്കെ നോക്കി വെച്ച് ഫുൾ ഇങ്ങനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുമ്പോൾ എല്ലാവരും ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ കലണ്ടർ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മാമിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. മറ്റേ ഐവിക്ക് പോയിട്ടുള്ളവരുടെ സർട്ടിഫിക്കറ്റ്സ് വന്നിട്ടുണ്ട്, അപ്പോൾ വന്ന് കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നേരെ തന്നെ പോയി കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ അത് ഡിലേ ആയിട്ട് പിന്നെ മിസ്സായുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ വേഗം പോകാമെന്ന് വിചാരിച്ചു. സോ ഇപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നത് സ്റ്റാഫ് റൂമിലേക്കായിരുന്നു. അപ്പോൾ എൻ്റെ IV സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്കിനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഫുഡ് അയക്കാം, ലഞ്ച് അയക്കാം. ഇത് വാങ്ങാൻ വേണ്ടി ഞാൻ ഡ്രസ്സപ്പ് ചെയ്ത് പോയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് അയക്കാം. അപ്പോൾ നല്ല ചിക്കൻ റോസ്റ്റും അച്ചാറും കൂടെ കൂട്ടിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ മറ്റേ ബെഡ്ഷീറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ആ ടൈം കൊണ്ട്. അപ്പോൾ പിന്നെ നേരെ കൊണ്ടുവന്ന് വിരിച്ച് സെറ്റാക്കി ബെഡ്ഷീറ്റൊക്കെ. അപ്പോൾ തന്നെ നല്ലൊരു ഉണർവ് കിട്ടി എൻ്റെ ബെഡിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ജേണലും കൂടി ചെയ്തേക്കാം. അപ്പോൾ പിന്നെ ഒരു കംപ്ലീറ്റ് റീസെറ്റ് ഡേ ആയിട്ടുണ്ടോ, കാരണം മൈൻഡ് ഫുൾ റീസെറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ആണെന്നുണ്ടെങ്കിൽ കുറേ മറ്റേ ഓൾറെഡി റൂൾഡ് ആയിട്ടുള്ളൊരു ഡയറിയാണ് എൻ്റെ ഉള്ളത്. അപ്പോൾ ഞാനൊരു വൈറ്റ് A4 ഒട്ടിച്ചിട്ട്, പക്ഷേ A4 ആണെന്നുണ്ടെങ്കിൽ നല്ല ട്രാൻസ്പെറൻറ്റ്, ഫുൾ ഇങ്ങനെ ഒട്ടിച്ചിട്ടും കാണുന്നുണ്ടായിരുന്നു നന്നായിട്ട്. പിന്നെ എൻ്റെ മറ്റേ ക്രാഫ്റ്റ് പേപ്പറായിട്ട് ബ്ലൂ കളറും യെല്ലോ കളറും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പിന്നെ അത് ഒട്ടിച്ച്, പിന്നെ ഓൾറെഡി ഞാൻ ആ കളർ അങ്ങനെ ചെയ്തിട്ടില്ല, അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാനിത് ഫുൾ ഓൾറെഡി മറ്റേ ബ്ലൂവും യെല്ലോ തീമിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കർ കണ്ടത്. അപ്പോൾ ഞാൻ നേരെ ഒട്ടിച്ചു. പിന്നെ കുറച്ച് സ്റ്റിക്കി നോട്ട്സിൻ്റെ പോലത്തെ സംഭവം കണ്ടപ്പോൾ അത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിക്കർ മാത്രം ഒട്ടിച്ചാൽ പോരല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കുറേ വേറെ റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ ഗൂഗിളിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു, ഞാനിപ്പോൾ കാണിച്ചു തരാം ആ സംഭവം. അതായത് ഈ സംഭവം സ്റ്റേ കണക്റ്റഡ് ടു യുവർ ഗോൾസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സംഭവം ഞാൻ ഇവിടെ അതേപോലൊക്കെ ഏകദേശമൊക്കെ അതേപോലെ ആക്കി വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോന്ന് നോക്കി വന്നപ്പോഴാണ് ഈ മറ്റേ റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം കണ്ടത്. അതായത് ഡേ ടൈമിലും നൈറ്റ് ടൈമിലും എന്ന് പറഞ്ഞിട്ട് 2 ഷിഫ്റ്റ് പോലെയായിട്ട്. അപ്പോൾ അതിങ്ങനെ എഴുതി വെച്ചു. പിന്നെ പെൻസിലുകൊണ്ട് വീണ്ടും റഫായിട്ട് വീണ്ടും വെറുതെ എഴുതി. പിന്നെ അത് പെന്നുകൊണ്ട് ഡാർക്കൻ ചെയ്തു. അതായത് ബ്ലാക്ക് പെൻ യൂസ് ചെയ്ത് കുറച്ചുകൂടി ഇതാക്കി. അപ്പോൾ കുറച്ച് ഭംഗി വന്നു തുടങ്ങി സംഭവങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്ത് വരുമ്പോൾ കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അറ്റത്തൊക്കെ ആയിട്ട് വേറെ കുറേ സംഭവങ്ങൾ എഴുതി, കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു. പിന്നെ ഒരു പേപ്പറിൽ കുഞ്ഞായിട്ട് ഇങ്ങനെ എഴുതിയിട്ട് അത് ടോപ്പിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഒരു ഫ്ലവർ വരച്ചു, എക്സ്ട്രാ സ്റ്റിക്കേഴ്സും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ആ ഫ്ലവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മറ്റേ സൺഫ്ലവർ ഇല്ലേ, സൺഫ്ലവർ അല്ലല്ലോ ഇത്, ഹിബിസ്കസ്, സൺഫ്ലവർ അല്ല ഹിബിസ്കസ്. അത് ആ ഒരു തീമായിട്ടാണ് വരച്ചിരിക്കുന്നത് സംഭവം. പിന്നെ ഒരു പ്ലേലിസ്റ്റ് വേണ്ടി സ്റ്റഡി പ്ലേലിസ്റ്റ് പോലെ ഒരു പാറ്റേൺ കൂടി എഴുതി വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് മറ്റേ മുകളിലത്തെ സൈഡ് കുറച്ച് എംപ്റ്റി ആവുമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആക്കാണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അത്രയും എംപ്റ്റി ആക്കി ഇട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് മറ്റേ ജേണലിൻ്റെ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ പറയും? നല്ല യെല്ലോയും ബ്ലൂവും തീമിൽ അടിപൊളിയായില്ലേ സംഭവം? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷമാണ് ഞാൻ വീണ്ടും ഡിന്നർ കഴിക്കാൻ പോയത്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ പറയും? ഈ ഫോട്ടോ ഞാനൊരു ലാസ്റ്റ് എടുത്തതായിരുന്നേ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ പോയിട്ട് ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നു. ടൊമാറ്റോ റൈസ് ആയിരുന്നു ഫുഡ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഒരു റീസെറ്റ് ബ്ലോഗ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.